ഇന്നത്തെ ചിന്താ വിഷയത്തിന് എടുത്തിരിക്കുന്ന ബൈബിൾ ഭാഗം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 48-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. കർത്താവെ, ഈ വചനം പരിശുദ്ധാത്മാവിൽ കർത്താവിൻ്റെ ആത്മാവിനാൽ എഴുതപ്പെട്ടതാ. ഹല്ലേലൂയ, സ്തോത്രം. ഇത് കേൾക്കുന്നവർക്ക് ആശ്വാസകരമായിരിക്കണം. രോഗികൾക്ക് വിടുതലുണ്ടാകണം. സഹായിക്കണമേ. കൃപയാൽ തന്നെ കർത്താവ് സകലം നാവിനുടെ പരിശുദ്ധാത്മ ക്രിയ ചെയ്യുമാറാക്കണമേ. സകലം കർത്താവിൻ്റെ കരത്തിലേക്ക് താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ അടിയൻ്റെ യാചന സദയം കേൾക്കുന്ന സകലം മാനവും മഹത്വം കർത്താവിനെ തന്നെ അയക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുക. ആമേൻ. ഹല്ലേലൂയ. നമ്മളുടെ ദൈവം സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നമ്മളും സൽഗുണപൂർണരായില്ല എങ്കിൽ കർത്താവിൻ്റെ വരങ്ങൾ കർത്താവിനെടുത്ത് പോകാൻ പറ്റുകയില്ല. അതാണ് അതിൻ്റെ അർത്ഥ ഭംഗി. ഇത് ആരുടെ തിരുവായ്മൊഴി? കർത്താവിൻ്റെ തിരുവായ്മൊഴി. ഇതിൽ ഒരു വള്ളി പോലും പുള്ളി പോലും കളയുവാൻ ഇല്ല. ഇതിൻ്റെ അല്പം ഈ മത്തായി 5-ാം അധ്യായത്തിൽ 38 മുതൽ ഞാൻ പിന്നീട് വായിക്കാം. അല്പം പറയും. അല്പം ഇതിനെ ഗ്രഹിക്കുവാൻ വേണ്ടി ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 8-ഉം 9-ഉം വാക്യങ്ങൾ ഗ്രഹിക്കാം. അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടെന്നിരിക്കട്ടെ. ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സ്നേഹിതന്മാരെയും അയൽക്കാരികളെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ ദ്രഹ്മ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിനെന്ന് പറയും. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സ്തോത്രം. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടെന്നിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. സാധാരണ ഹല്ലേലൂയ, സ്തോത്രം, ഈ ഗൾഫ് രാജ്യങ്ങളിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സാധാരണ ഈ പെണ്ണുങ്ങളെ കാണാൻ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പുരുഷൻ ദൈവത്തിന് സ്തോത്രം ഒരു സമ്മാനം ആ സ്ത്രീക്ക് കൊടുക്കുന്നു. ഇതിന് ഹല്ലേലൂയ അവസാനം വരെ സൂക്ഷിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മൾ ദൈവത്തെ കണ്ട് ദൈവത്തെ അറിഞ്ഞവരെ, ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരെ, ഹല്ലേലൂയ, സ്തോത്രം, അവൻ തന്നിരിക്കുന്ന ദ്രഹ്മയാ ഈ ബൈബിളിൻ്റെ ആഹത്തുക. ഇത് ഹല്ലേലൂയ, സ്തോത്രം, ഇതിനെ സ്വായത്തമാക്കല. ഹല്ലേലൂയ, സ്തോത്രം. ഈ സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടായിരുന്നു. അതിൽ 1 എന്തായി തീർന്നു? 1 നഷ്ടപ്പെട്ടു. ഇതിരിക്കുന്നതിൽ എല്ലാവരും വചനവും ദൈവത്തിന് ലേഖനങ്ങളടക്കം സകലവും, അല്ലെങ്കിൽ വെളിപ്പാടടക്കം സകലവും നമ്മൾ ഇത് ദൈവം തന്ന ദ്രഹ്മയാണ്. ഇത് സ്വായത്തമാക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് നിൽക്കും. ദൈവത്തോട് സൽഗുണപൂർണരാക്കുവാൻ നമുക്ക് കഴിയും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതിനെ കണ്ടെത്തുവാൻ വേണ്ടി ആ ദ്രഹ്മ കണ്ടെത്തുവാൻ വേണ്ടി ദൈവം തന്നിട്ട് ഈ വചനം കണ്ടെത്തുവാൻ വേണ്ടി വിളക്കു കത്തിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. വീട് അടിച്ചു വാരി തൂത്ത് കണ്ടെത്തും വരെ അന്വേഷിക്കാതിരിക്കുമോ? ദൈവത്തിന് സ്തോത്രം. ഈ വിളക്ക് കത്തിച്ചു, ഹല്ലേലൂയ, സ്തോത്രം, അത് ഹല്ലേലൂയ, സ്തോത്രം, കണ്ടെത്തും വരെ കണ്ടെത്താതിരിക്കുമോ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ലൂക്കോസിന്റെ സുവിശേഷം 12-35-36 വാക്യം എടുക്കുമ്പോൾ നിങ്ങളുടെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അരക്കെട്ടി ദൈവത്തിന് ഹിതമായിട്ടുള്ളതെല്ലാം ഒഴിവാക്കി അരക്കെട്ടി ദൈവത്തെ സ്വീകരിക്കുവാൻ വേണ്ടി, ഹല്ലേലൂയ, കർത്താവിൻ്റെ വരയിൽ പോകപ്പെടുവാൻ വേണ്ടി ഒരുങ്ങി വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ എന്ന് പറയും. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ മേൽ കത്തിക്കൊണ്ടിരിക്കട്ടെ. അവർക്ക് ഹല്ലേലൂയ, സ്തോത്രം, ഈ വചനത്തിൻ്റെ തുക കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ.
ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ ദൈവത്തിന് ഇതുവരെയും കാണാത്ത ഒരു സന്തോഷമാണ് ഈ ദ്രഹ്മ കണ്ടെത്തുന്നത് വഴി കണ്ടു കിട്ടുന്നത്. ഹല്ലേലൂയ സ്തോത്രം. കണ്ടു കിട്ടുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം കൂട്ടുകാരോടും അത് അയൽക്കാരോടും എല്ലാവരോടും നിങ്ങൾക്കറിയാമോ ഈ യേശുവിനെ കുറിച്ചുള്ള അതിൻ്റെ പൂർണ്ണത നിങ്ങൾക്കറിയാമോ എന്ന് പറഞ്ഞ് ഈ സന്തോഷം അവർക്കും കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ സ്തോത്രം, മാനസാന്തരപ്പെടുന്ന ഒരു ഹല്ലേലൂയ സ്തോത്രം പാപിയെ ചൊല്ലി സ്വർഗ്ഗത്തിൽ ദൂതന്മാർ സന്തോഷിക്കുമെന്നാണ് പറയുന്നത്. ഈ വ്യക്തി ഈ സ്ത്രീ ഒരു ദ്രഹ്മ പത്തണത്തിൽ ഒന്ന് പോയപ്പോൾ കണ്ടെടുത്തപ്പോൾ അതുപോലെ തന്നെ ഹല്ലേലൂയ പാപത്തിൽ നിന്ന് മാറി കർത്താവിനെ ഒരുക്കി ഇരിക്കുന്നവരെ കണ്ട് ആര് സന്തോഷിക്കും? ദൂതന്മാർ സന്തോഷിക്കും. കർത്താവിൻ്റെ വരങ്ങൾ പോകപ്പെടേണ്ടവർ ആയല്ലോ എന്ന് പറഞ്ഞ് ഈ ദൂതന്മാർ സന്തോഷിക്കും. ആ സന്തോഷം ഉണ്ടാകും എന്ന് ഞാനെന്ന് പറയുന്ന കർത്താവ് നമ്മളോട് പറയുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ദ്രഹ്മ കണ്ടെത്തി കഴിഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം അവർ ഹല്ലേലൂയ ദൂതന്മാർ സന്തോഷിക്കും. കർത്താവിന്റെ വരവെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം സ്വർഗ്ഗത്തിൽ ആകുന്നവരാണ് എന്ന് പറഞ്ഞ് ദൂതന്മാർ സന്തോഷിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, ആമേൻ. നമ്മൾ സൽഗുണപൂർണരാകുന്നത് എങ്ങനെ? കളഞ്ഞുപോയതിനെ, നഷ്ടമായതിനെ, കണ്ടെത്താത്തതിനെ അന്വേഷിച്ചു അടിച്ചു വാരി തൂത്ത് ഹല്ലേലൂയ സ്തോത്രം അത് കണ്ടെത്തുമ്പോൾ ആ സന്തോഷം മറ്റുള്ളവരുടെ എല്ലാവരിടത്തും പറയുകയും കൂട്ടുകാരുടെ എല്ലാവരിടത്തും പറയുകയും ചുറ്റുമുള്ള ജനത്തോട് പറയുകയും ചെയ്യും. അത് ദൂതന്മാർക്കും സന്തോഷകരമായിരിക്കും. ഇനി ഈ ഒരു ദ്രഹ്മ, കളഞ്ഞുപോയ ദ്രഹ്മ, നമുക്ക് അറിഞ്ഞുകൂടാത്ത ദ്രഹ്മ, ഹല്ലേലൂയ സ്തോത്രം, പത്തണത്തിൽ ഒന്നാ കളഞ്ഞുപോയത്. ഹല്ലേലൂയ സ്തോത്രം. അതിലെ ഈ 38-ാമത്തെ വാക്യം എടുക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ആമേൻ. കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. നിന്നെ വലത്തെ ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കാം. ആമേൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്ന് ആലോചിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. സാധാരണ ഈ ജഡസ്വഭാവം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഉള്ള ഒരു ക്രമമാ ഹല്ലേലൂയ സ്തോത്രം. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, അല്ലെങ്കിൽ കൈക്ക് പകരം കൈ എന്നുള്ള ഒരു നിയമം. ഈ ദൈവത്തിൽ കൃപയുടെ ഈ ദൈവത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, പരിശുദ്ധാത്മാവ് നമ്മളിൽ വാണരുളുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ആ നഷ്ടപ്പെട്ട ദ്രഹ്മ ഹല്ലേലൂയ കണ്ട് കിട്ടുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഒരു ചെകിട്ടത്തടിക്കുന്നവന് ഏത് ചെകിട്ട് കാണിച്ചു കൊടുക്കും? മറുചെകിട്ടും കാണിക്കുമ്പോൾ ആ വ്യക്തി അടിക്കാൻ മടിക്കും. ഹല്ലേലൂയ സ്തോത്രം. എന്നിട്ട് ഈ വ്യക്തിയിൽ വാസം ചെയ്യുന്ന കർത്താവ് ആരാകുന്നു? പരിശുദ്ധാത്മാവ് അതിനെ കുറിച്ച് ചിന്തിക്കുവാനുള്ളൊരു ഇട അപ്പോൾ ഉണ്ടാകും. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അടുത്ത 40-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്കാം. ആമേൻ. നിന്റെ വസ്ത്രം എടുക്കാൻ ആഗ്രഹിക്കുന്നതിന് നിന്റെ പുതപ്പും നിന്റെ അഭയം ദൈവനാമത്തെ പ്രതി എല്ലാം നീ ആ ഭക്തിക്ക് വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ സ്തോത്രം. 2 നാഴിക 1 നാഴിക നടക്കുന്നവർക്ക്, ഹല്ലേലൂയ നടക്കാനുള്ളവർക്ക്, നടക്കാൻ വിളിക്കുന്നവർക്ക് 2 നാഴിക നടക്കുക. അപ്പോൾ ഈ ഭക്തിയിൽ വാസം ചെയ്യുന്ന ദൈവം ആരാണെന്ന് ഈ ഭക്തി ചിന്തിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഈ വസ്ത്രം എടുക്കുന്നവന് തന്റെ പുതപ്പും കൂടെ കൊടുക്കുമ്പോൾ ഈ ഭക്തി വസിക്കുന്ന ദൈവം ആരാണെന്ന് ചിന്തിക്കും. അങ്ങനെ ഒരു ക്രമം നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ആരുടെ സാക്ഷിയായി തീർന്നു കഴിഞ്ഞു? ദൈവത്തിന്റെ സാക്ഷിയായി തീർന്നു കഴിഞ്ഞു. ഇനി അതിൻ്റെ 43-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്ക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ഇത് ശത്രുക്കളെ പകയ്ക്ക എന്നും ഹല്ലേലൂയ
കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അറിയിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് സ്വാഭാവികമായ ജഡപ്രകാരമുള്ള ഒരു ചിന്തയാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പായിക്കുക എന്നും അറിയിച്ച് ദൈവം കൂടെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ കൃപയുടെ നാഥനായ കർത്താവ് നമ്മളിൽ വരുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് പ്രാർത്ഥിച്ച് അവർ കർത്താവിന് ആദായപ്പെടുത്തിയ പിതാവായ ദൈവത്തിന് പുത്രനായി തീരേണ്ട ക്രമം ആയിത്തീരും. അപ്പോൾ നമ്മളും കൂടി ആര് വാസം ചെയ്യുന്നു? കർത്താവ് വാസം. കൃപയുടെ നാഥനെ കർത്താവ് വാസം ചെയ്യുന്നു. അപ്പോൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നഷ്ടപ്പെട്ട ധർമ്മയെങ്കിൽ നമ്മളത് വീണ്ടെടുക്കണം. അല്ലല്ലോ, ഒരു ചവിട്ടത്തടിച്ചാൽ അല്ലല്ല മറിച്ചവിട്ട കഴിഞ്ഞ ലോക മനുഷ്യൻ്റെ ഒരു സ്വഭാവം തിരിച്ചടിക്കുക. ഒരു ചവിട്ടത്തടിച്ചാൽ മറിച്ചിട്ട് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ഹല്ലേലൂയ സ്തോത്രം ഒരു ദ്രഹ്മ ഏറ്റെടുക്കുന്നു. ദൈവത്തിൻ്റെ ദാനം ഏറ്റെടുക്കുന്നു. കർത്താവിൻ്റെ വീണ്ടും ആത്മീയ വളർച്ച കർത്താവായ പിതാവിനോടും പുത്രനും പരിശുദ്ധാത്മാവിനോടും ആയിത്തീരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് എന്താക്കുന്നു? 45-ാമത്തെ വാക്യം ഹല്ലേലൂയ സ്തോത്രം. ഈ ഹല്ലേലൂയ ഒരു ചവിട്ടത്തടിച്ച മറിച്ചവിട്ട് കാണിച്ചു കൊടുക്കുക. അടുത്ത് വസ്ത്രം എടുക്കുന്ന പുതപ്പുട വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ ഒരു നാഴിക 1 കിലോമീറ്റർ നടക്കുന്നതുകൊണ്ട് 2 നാഴിക നടക്കുക. ഹല്ലേലൂയ സ്തോത്രം. അടുത്ത് ആമേൻ ഉപദ്രവിക്കുന്നവർ പ്രാർത്ഥിക്കുക. അടുത്ത് നിന്റെ അടുത്ത് വായ്പ വാങ്ങാൻ നിൽക്കുന്നവർ വായ്പ കൊടുക്കാതിരിക്കരുത്. ഇതെല്ലാം എന്താകുന്നു? 45-ാമത്തെ വാക്യം പറയുന്നു. ഇതിന് നമ്മൾ സാക്ഷിയായി തീരുമ്പോൾ വായിച്ചു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. ആമേൻ. ഈ കൃപ നഷ്ടപ്പെട്ടുള്ളവർ ഏറ്റെടുക്കണം. സ്വർഗസ്ഥനായ പിതാവിന് പുത്രനായി തീരുവാൻ വേണ്ടി തന്നെ ഇത് അല്ല നഷ്ടപ്പെട്ട ധർമ്മ കർത്താവിന്റെ വരവിന്റെ ടൈമുകളെല്ലാം ആയിക്കൊണ്ടിരിക്കുകയാൽ ആ മണവാളനായ ക്രിസ്തുവിനെ നമ്മൾ എതിരേൽക്കുവാൻ മണവാട്ടി സഭയിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി അതിന് തയ്യാറാകുവാൻ ശ്രമിക്കുക. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഇതെല്ലാം എന്താകുന്നു? ഹല്ലേലൂയ സ്തോത്രം. ഒരു ചവിട്ട മറുചവിട്ട് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അയാൾ ഈ തന്നിൽ വസിക്കുന്ന ദൈവത്തെ ചിന്തിക്കുന്നു. അടുത്ത് ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഒരു വസ്ത്രം എടുക്കുന്നവന് പുതുപ്പടി വിട്ടുകൊടുക്കുക. പുതുപ്പ് അവന്റെ അഭയം വിട്ടുകൊടുക്കുന്നു. അപ്പോൾ ഇതെന്താ കാരണമെന്ന് ആ വ്യക്തി ചിന്തിക്കുന്നു. ഈ വ്യക്തിയും ഈ കേൾക്കുന്ന വ്യക്തിയും അതിലേക്ക് ഈ അനുഭവിക്കുന്ന സാക്ഷിയിടുന്ന വ്യക്തിയും കർത്താവിലേക്ക് ആയിത്തീരുന്നു. അതുപോലെ തന്നെ 1 നാഴിക നടക്കേണ്ട 2 നാഴിക നടക്കുമ്പോൾ തന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അത് എല്ലാം പുത്രന്മാരായി തീരേണ്ടതിന് വേണ്ടി ചെയ്യുന്ന മണവാട്ടി സഭയിൽ അംഗങ്ങളായി പോകേണ്ടവർ ഈ നഷ്ടപ്പെട്ട ദ്രഹ്മ ഏറ്റെടുത്തേ പറ്റൂ. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അതിന്റെ 45-ാമത്തെ വാക്യം വായിച്ച് തീർത്ത്. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന്റെ പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ദൈവത്തിന് സ്തോത്രം. നല്ലവരുടെ ചീത്തവരുടെ മേലും കർത്താവിന്റെ സാക്ഷ്യം വഹിക്കേണ്ടത് നമ്മൾ അത്യാവശ്യ ഘടകം. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. 46-47 വാക്യം വായിച്ച് 47. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ഹല്ലേലൂയ. നിങ്ങൾക്ക് ആത്മീയ മുന്നേറ്റം എങ്ങനെ ഉണ്ടാകും? അവന്റെ വരവെങ്കിലും പോകേണ്ട തേജസ് എങ്ങനെ നിങ്ങൾ പ്രാപിക്കും? ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. 47-ാമത്തെ വാക്യം. സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾ എന്ത് വിശേഷം ചെയ്യുന്നു? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? അപ്പോൾ നഷ്ടപ്പെട്ട ധർമ്മ ഏറ്റെടുക്കുക. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ദൈവത്തിന് ആകയാൽ നിങ്ങളുടെ സ്വർഗ്ഗപിത സൽഗുണപൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണ്ണരാകുവാൻ വേണ്ടി നഷ്ടപ്പെട്ടിരിക്കുന്ന ധർമ്മ
കർത്താവിനെ കൂടെ ചേർക്കേണ്ട ഒരു കൃപയാ. ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഒരു ചേട്ടത്തടിച്ചാൽ മറിച്ചിട്ട് കാണിച്ചു കൊടുക്കുക. ഒരു നാഴിക പോകുവാൻ ഇച്ഛിക്കുന്നവരെടുത്ത് രണ്ട് നാഴിക പോവുക. കർത്താവിനെ കാട്ടിക്കൊടുക്കല. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത് വസ്ത്രം എടുക്കുന്നവന് പുതപ്പൂടെ വിട്ടുകൊടുക്കുക. നിന്റെ അഭയം എല്ലാം വിടുക. അപ്പോൾ ചിന്തയ്ക്ക് അവസ്ഥ കൊടുക്കുക. ഈ ഭക്തിയിൽ വസിക്കുന്ന കർത്താവ് ആരാകുന്നു? ഹല്ലേലൂയ, സ്തോത്രം. വായ്പ വാങ്ങാൻ ചോദിക്കുന്നു, വായ്പ കൊടുക്കാതിരിക്കരുത്. അപ്പം വായ്പ കൊടുക്കുമ്പോൾ അവൻ ചിന്തിക്കും, ഈ ഭക്തി എങ്ങനെയുള്ള ഭക്തി? ഇത് കർത്താവിനെ കാട്ടിക്കൊടുക്കല. ഹല്ലേലൂയ. അപ്പം ഞങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് ഈ ദ്രഹ്മം പ്രാർത്ഥിക്കുക, അവരോട് ക്ഷമിക്കുക, അവരെ ശമിക്കാതിരിക്കുക, അവർക്കൊരു പ്രാർത്ഥിക്കുക. പിതാവിൻ്റെ പുത്രന്മാരായി തീരുവാൻ നമ്മൾ പുത്രന് വേണ്ടി പുത്രന്മാരെ വേണ്ടി സ്നേഹിക്കുക. കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചവര് ഹല്ലേലൂയ, സ്തോത്രം. ഈ കർത്താവിനോളം നമ്മൾ വളരുന്നതോളം തന്നെ മറ്റുള്ളവരും വളരേണ്ട ക്രമങ്ങൾ ആയിത്തീരുന്നതാ ഈ ധർമ്മ ഏറ്റെടുക്കൽ. ആയതിനാൽ ഈ തിരുവചനത്താൽ കർത്താവ് നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒപ്പം അതുപോലെ തന്നെ ഈ കേട്ട തിരുവചനം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അല്ലെങ്കിൽ ഓർമ്മിക്കുക. ഈ തിരുവചനം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. കർത്താവ് ഈ കേട്ട വചനം എല്ലാവർക്കും പ്രയോജനമുള്ളതായി തീരുവാൻ സഹായിക്കണം. സകലം കർത്താവിൻ്റെ കേട്ട രോഗികളായവർക്ക് വിടുതൽ കൊടുക്കണം. മനസ്സമാധാനം ഇല്ലാത്തവർ മനസ്സമാധാനം കൊടുക്കണം. സകലം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ അടിയൻ്റെ യാചന സകലം കേൾക്കണം. സകലം മാനവും മഹത്വം കർത്താവിന് തന്നെ ആയിരിക്കുമാറാകട്ടെ.